ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് അറിയാൻ തോന്നുന്നു. റീസെൻ്റ് ആയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് വരുന്ന കമൻറ്റ് ഈ ഒരു കമൻറ്റ് മാത്രം. എങ്ങനെ തടി വെച്ച വെയിറ്റ് ഗെയിൻ വീഡിയോ പ്ലീസ്. ഗൈസ്, ഞാനിനി ഈ ഒരു സൈഡ് ഇങ്ങനെ കൊടുക്കാം. ഇത്ര ആൾക്കാരും എനിക്ക് ലൈക്ക് ഇൻസ്റ്റാലായിട്ട് പിന്നെ അന്നറിയുന്ന തന്നെ എത്രയോ ആൾക്കാരാണ് ചോദിക്കുന്നത് എന്ത് കുടിച്ചത് തടി വെക്കാൻ, എങ്ങനെ തടി വെച്ചത് പറയോ, പിന്നെ മെലിഞ്ഞിട്ടുണ്ടായതല്ലേ നീ, ഇത് എന്തെങ്കിലും കുടിച്ചതാ, ഡോക്ടർ കാണിച്ചിനാ. പിന്നെ ആൾക്കാർ യൂട്യൂബിൽ ചോദിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഇൻസ്റ്റാലും വരാൻ കഴിഞ്ഞ് ഇത് റിക്വസ്റ്റിലെല്ലാം ഫുള്ള് വരുന്നത് എങ്ങനെ സഫ തടി വെച്ചത്, വെയിറ്റ് ഗെയിൻ ചെയ്യോ. ഇപ്പം അന്നറിയുന്ന ആൾക്കാരോട് തന്നെ വേറെ ആൾക്കാരെല്ലാം ചോദിക്കാൻ കഴിഞ്ഞാൽ ഓളോട് ചോദിക്കുക എങ്ങനെ തടി വെച്ചതെന്ന്. എനിക്ക് ചെല്ലിയോൾ എന്ത് വീഡിയോ ഇടാത്തത്, എനിക്ക് കുറേ ആൾക്കാർ ചെല്ലുന്നു ചോദിക്കുന്നതിൻ്റെ ബമ്പല്ലേ എനിക്ക്, അതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാത്തത്. അങ്ങനെയൊന്നുമല്ല ഗൈസ്. വീഡിയോ എടുക്കണമെന്ന് എപ്പോഴും ഇരിക്കും, മാത്രം എന്തെങ്കിലും ഒന്നായിട്ട് അത് ക്യാൻസലാകുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. ഒന്നില്ലെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് എനിക്ക് പോകാൻ എടുക്കും. വീഡിയോ എടുക്കുമ്പോൾ നല്ല നേരം എടുക്കണമല്ലോ. ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ത് പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നത് എന്തൊക്കെ ഞാൻ കുടിച്ചിട്ടാണ്. ഞാൻ എന്ത് കുടിച്ചിട്ട് തടി വെച്ചതല്ല, നേരെ ഫുഡ് തിന്നിട്ട് വെച്ചത്. ഇതിന് മുന്നേ ഞാൻ തിന്നൊന്നുമില്ല. എന്താ പറയുന്നത്, ആഫ്റ്റർ ഇപ്പം ഞാൻ +2 1 ഇയർ ആവാനായില്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണുന്നത്. എന്താ പറയുക, ഞാൻ പുറത്ത് പോകാനില്ല, പിന്നെ ഇങ്ങനെ നല്ലോണം ടാൻ അടിക്കാൻ അങ്ങനത്തെ എന്തുമില്ല, പുരയിലിരിക്കുക. ഞാൻ ചെയ്തുതരാം എൻ്റെ കഥ. ഞാൻ ഓഗസ്റ്റ് വരെ ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ പറയാം. ഓഗസ്റ്റ് വരെ ഞാനൊരു ക്ലാസ്സിന് പോയിക്കൊണ്ടായി, മെഡിക്കൽ കോഡിങ്ങിൻ്റെ കോഴ്സ് എടുത്തിട്ടുണ്ടായി. ആ ക്ലാസ്സിന് പോയിക്കൊണ്ടായി. എനിക്ക് ഓഗസ്റ്റ് കഴിയാനാകുമ്പോൾ അത് കഴിയാനായി. അതിന് ശേഷം ഞാൻ പിന്നെ പുരയിൽ തന്നെ ആയി. പിന്നെ എന്താകുമ്പോൾ ഞാൻ ഇൻസ്റ്റാല് ആൾക്കാർ ചോദിക്കാൻ കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഞാൻ ലാസ്റ്റ് എൻ്റെ ഫോട്ടോ ഞാൻ സ്റ്റോറി വെച്ചത് മെയ്യിലായിരുന്നു. പിന്നെ ഞാൻ ഇട്ടത് നവംബറിൽ. അപ്പോൾ ഞാൻ നല്ല തടി വെച്ച് ഞാൻ നല്ല മാറി കുറേ കാലത്തിന് ശേഷം അവരെന്നെ കാണുന്നതല്ലേ. പിന്നെ എല്ലാവരും ചോദിക്കാൻ കഴിഞ്ഞു തടി വെച്ചിനല്ലോ, എന്ത് കുടിച്ചിനോ എന്തോ ആക്കിനോ. രാവിലെ ഇപ്പോൾ 5 ക്ലാസ് മതിയായില്ല എൻ്റെ പിന്നെ ഞാൻ പുരയിൽ തന്നെ ആയിട്ടാകുമ്പോൾ രാവിലെ എണിക്കും, നേരെ തിന്നും. മുന്നേ സ്കൂളിൽ പോകുമ്പോൾ ഒരു 10 തിന്നിട്ട് പോയാൻ കായി. അതും ഉമ്മ തുന്ന് പറഞ്ഞിട്ട് തിന്നും കായി. പിന്നെ സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് തിന്നും. പിന്നെ രാത്രി ചിലപ്പോൾ തിന്നില്ല. പിന്നെ തിന്നുന്നങ്ങനെ തിന്നും മാഗിയ അങ്ങനത്തെ എന്തെങ്കിലും തിന്നും. ഫുഡ് നേരെ തിന്നില്ല. ഇപ്പം പിന്നെ നല്ല പാങ്ങിൽ ഫുഡ് തിന്നും. കാലത്ത് തിന്നും, ഉച്ചക്കും തിന്നും, രാത്രിയും തിന്നും. കാലത്തെ നല്ല കറിയെങ്കിൽ നല്ല പാങ്ങിൽ തിന്നും. ഉച്ചക്ക് ഇത് ചോറ് വയ്ക്കുമ്പോൾ ചോറ്, പച്ചക്കറി, മീൻ ഫ്രൈ, കറി, ഇത് 4 നല്ല പാങ്ങിൽ ബേക്കും. അപ്പോൾ പിന്നെ ആഴ്ചയിൽ 2 വട്ടം പുറത്തുനിന്ന് ഇങ്ങനെ രാത്രി ബർഗറാ അങ്ങനത്തെ എന്തെങ്കിലും തോന്നും. ഇതെല്ലാം തിന്നിട്ടാണ് ഗൈസ് ഞാൻ തടി വെച്ചത്. ഞാൻ ഇതിനാട്ടി തടി ഉണ്ടായിന്. ആൾക്കാർ തടി വെച്ചിനല്ലോ, തടി വെച്ച് മാറി ഇങ്ങനെ പറഞ്ഞ് കയ്യാണ്ടായി. ഹോസ്പിറ്റലിൽ പോയി. ഇതന്നെ കിടക്കുന്നു, പനി വരുന്നു, എനിക്കുന്ന. ഇപ്പം ഞാൻ പറയുമ്പോഴാന്നിരിക്കും ബമ്പൈനെ പറയുന്നത്, അമ്മ കുറച്ച് തടി വെച്ച് തന്നിട്ട് എന്ത് ചെയ്തെന്ന്. പിന്നെ ഒന്ന് തടി വെക്കാൻ ആശയുണ്ടാവും. സോറി ഗൈസ്, ഇത് ആടുന്നുണ്ടല്ലോ, ഞാൻ ബെഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തടി വെക്കാൻ ആശയുണ്ടാക്കാൻ അറിയും എത്ര തിന്നിട്ട് തടി വെക്കുന്നതെന്നുള്ളത്. അത് ചിലയാൾക്ക് കുറക്കാനാസ, ചിലയാൾക്ക് കൂട്ടാനാസ. ഇപ്പം എൻ്റെ കേസിലാണ് എനിക്ക് തടി വെക്കാനാസ. എൻ്റെ ഫ്രണ്ട് ഹിബാക്ക് തടി കുറക്കാനാസ, സാനാക്ക് ഓർക്കെല്ലാം തടി കുറക്കണോ, എനിക്ക് തടി കൂട്ടണോ. അങ്ങനെ ഞാനും കുറേ എന്തെല്ലോ നോക്കും. ഇങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടും ഇങ്ങനത്തെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കണോ എന്നല്ല പറയുന്നില്ലേ. മാത്രം എൻ്റെ അടുത്ത് എങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ റിയാക്ഷൻ കിട്ടുന്നുണ്ട് അങ്ങനത്തേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കും. ഇങ്ങനെ ജ്യൂസ് കുടിക്കുക അങ്ങനത്തെ എന്ത് ഞാൻ ഇരിക്കില്ല. 2 വട്ടം കുടിക്കും, 3ാമത്തെ ദിവസം അത് മറിക്കാനോ അങ്ങനെ ഇതൊന്നും ആക്കില്ല. മെയിൻലി നമ്മൾ നല്ല പായ ഫുഡ് കഴിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക് തടി വെക്കും നമ്മൾ. പിന്നെ പുറത്തൊന്നും പോകാണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പുറത്തൊന്നും പോകാൻ വെയിലൊന്നും കൊള്ളാനില്ല, അങ്ങനെയെല്ലാം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് പാങ്ങാവും ഗൈസ്. അതാണ് എൻ്റെ ബ്യൂട്ടി സീക്രട്ട്. പിന്നെ ഒന്ന് സ്കിൻ കെയർ ഗൈസ്. എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രാവിലെ എണിക്കുക, ബ്രഷ് ആക്കുമ്പോൾ ഒരിക്കൽ ഫേസ് കവുക, പിന്നെ മുടിയെ കവണ്ട. അതാണ് ഗൈസ് എൻ്റെ സ്കിൻ കെയർ. പിന്നെ ഞാനിങ്ങനത്തെ
ഡെയിലി രാവിലെ എണീച്ച് മോയ്സ്ചറൈസർ തേക്കുക, സൺസ്ക്രീൻ തേക്കുക, പിന്നെ എന്തെല്ലോ സിറമെല്ലാം തേക്കുക. അങ്ങനത്തെ ഒന്നും എൻ്റെ ഇല്ല. പിന്നെ എന്നോട് ആരെങ്കിലും സ്കിൻ കെയറിൻ്റെ ടിപ്സ് പറയുമ്പോൾ ഞാൻ എന്തെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്ത് ചെയ്യാത്ത അങ്ക് തന്നെ ഇപ്പോൾ ആരെങ്കിലും ഇപ്പം ഞാൻ വീഡിയോസെല്ലാം കാണും, മാത്രം എനിക്ക് അറിയില്ല. ആരെങ്കിലും ചോദിച്ചാകുമ്പോഴോ നീ എന്ത് സ്കിൻ കെയർ ആക്കുന്ന? ഞാൻ എന്തോ ആക്കില്ല. മറ്റുള്ളവർ പറയുമ്പോഴേക്കും കള് പറയുന്ന ബമ്പാക്കുന്ന എന്താ അവർക്ക് പറഞ്ഞത്? എന്തെങ്കിലും ആക്കുന്നെങ്കിലല്ലേ പറയണ്ടോ? ഇപ്പോൾ ഇത് തടിപ്പച്ച വീഡിയോ നോക്കും, ഞാൻ എന്ത് പറയണ്ടേ നമുക്ക് അറിയുന്നില്ല. ഞാൻ ഒന്നാമത് എന്ത് കുടിച്ചിട്ട് തടി വെച്ചല്ല, നല്ല പങ്ക് ഫുഡ് തോന്നിയിട്ട് തടി വെച്ചാണ്. എന്ത് പറയണ്ടേ? ഞാൻ എന്താക്കിയെന്ന് പറയണ്ടേ തടി വെച്ച് എന്തേക്കുമ്പോൾ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വെയിറ്റ് ഗെയിൻ ടിപ്സ് എന്ന് പറയുന്നത്. നല്ല പാങ്ങില ഫുഡ് തോന്നാം, പച്ചക്കറി, മീൻ, ചിക്കൻ അങ്ങനത്തെ എല്ലാം കൂട്ടാം. എനിക്ക് നല്ല പാങ്ങിൽ ഫുഡ് തോന്നും. ദാറ്റ്സ് ഓൾ ഗൈസ്. അന്നും ഓട്ടോമാറ്റിക് നമ്മൾ തടി വെക്കും. പിന്നെ എന്തുള്ള ഗൈസ്, ഇത്ര തന്നെ. പിന്നെന്തൊക്കെ പറയണമെന്ന് അറിയുന്നില്ല. ഇത്രയൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ റീസെൻ്റായി കുറേ ആൾക്കാർ എന്നോട് ചെല്ലുന്നു ഞാൻ നല്ല ചേലായിരുന്നു, ഞങ്ങൾക്ക് ബമ്പാന്ന് വെച്ചാൽ ബമ്പാന്ന് വെച്ചാൽ അങ്ങനത്തെ രീതി ഗൈസ്. എന്താ പറയുന്നത്, ഇത്ര നാൾ ഞാൻ മെലിഞ്ഞ് ഉണ്ടായിരുന്നു. എനിക്കും എല്ലാവർക്കും ഒരു ഇതുണ്ടാവും എങ്ങനെയാണ് തടി വെച്ചെന്ന് അറിയണമെന്ന്. സ്വാഭാവികം ഗൈസ്. ഇപ്പോൾ ആരെങ്കിലും തടി വെച്ചെങ്കിൽ ഞാൻ വെച്ചാൽ മാഷാ നല്ല തടി വെച്ചില്ലല്ലോ എന്തായിരുന്നു. പിന്നെ ഞാൻ എന്ത് കുടിച്ച ആ കള് പറയുന്നല്ലേ അങ്ങനെ നോക്കിയില്ല. എന്താ പറയുക അതിലോരോ ഇതല്ലേ. ഇപ്പം ഞാൻ എന്തോ കുടിച്ചില്ല, സോറി ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ തടി വെച്ച വിശേഷം. വൺസ് അഗെയിൻ ഞാൻ പറയാം, ഗുഡ് ഫുഡ് തിന്നാം. ഗുഡ് ഫുഡല്ല, നല്ല പാങ്ങിൽ വെള്ളം കുടിക്കാം. ഞാൻ വെള്ളം കുടിക്കാൻ പഠിച്ചെന്താണെങ്കിൽ എനിക്ക് അസുഖം എന്തെന്നൊന്നും അറിയില്ല. എനിക്ക് പെട്ടെന്ന് വയറിൻ്റെ അവിടുന്ന് വേദനിക്കുന്ന സ്കാനിങ് എടുക്കണമെങ്കിൽ പെടുത്തില്ല, എന്ത് കഥ നോക്കിയിട്ടാ പെട്ടെന്ന്. അതിന് പിന്നെ അത് പേടിച്ചിട്ട് 2-3 വട്ടം ഹോസ്പിറ്റലിൽ പോയി. രാത്രി 2 മണിക്ക് 3 മണിക്കെല്ലാം. അപ്പോൾ 2-3 വട്ടം ഹോസ്പിറ്റലിൽ പോയി. അതിന് പിന്നെ പേടിച്ച് വെള്ളം കുടിക്കാൻ കഴിഞ്ഞ് നല്ല പാങ്ങിൽ വെള്ളം കുടിക്കുക. 3 നേരം ഫുഡ് തിന്നാം, വേണമെങ്കിൽ എക്സ്ട്രാ സമയം ഫുഡ് തിന്നാം. ഉറങ്ങുക ഗൈസ്, നല്ല പാങ്ങിൽ ഉറങ്ങാം. പിന്നെ പലത്ത് പണിയും കുറച്ചെടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഗ്ലോ ആവും ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ വിശേഷം, തടി വെച്ച വിശേഷം. വേറെ എന്തുകൊണ്ടാന്ന് ഞാൻ ചിന്തിക്കട്ടെ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ഗൈസ്. സോ ഇനി നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തൊന്ന് തടി വെച്ചെന്ന്. ഡോണ്ട് ആസ്ക് മീ ദിസ് അഗൈൻ ഗൈസ്. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഈ വീഡിയോ ഷെയർ ആക്കി കൊടുത്തു. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു എന്തോ കുടിച്ചോണ്ടല്ലോ യൂട്യൂബിൽ പറയാത്ത, എന്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഇഗ്നോർ ആക്കുന്നത്, ഇത്രയും ആൾക്കാർ ചോദിക്കുമ്പോൾ പറഞ്ഞോടായിരുന്നു ഗൈസ്. എല്ലാ ദിവസവും എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ നിന്ന് എൻ്റെ തന്നെ നല്ല ബെട്ട് കൊള്ളുന്നത് എന്താണെന്ന് ഒരിക്കൽ എടുത്തിട്ട് ഇട്ടെങ്കിൽ എത്ര ആളായി കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അവരോടെല്ലാം ചോദിക്കല് ഞാൻ എന്ത് പറയേണ്ടത്, അതിൽ പോയിട്ട് എന്ത് തിന്നുമെന്ന് പറയേണ്ടതെന്നാണ് ഗൈസ്. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്ത് കടിയുന്നു ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്ത് തിന്നാണ്ട് എന്നെ തടി വെച്ചേന്നു, എന്ത് തിന്നാണ്ടല്ല ഫുഡ് തിന്നിട്ട് തടി വെച്ചേന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഡെയിലി ഞാൻ എന്തെല്ലാം തിന്നുന്നത് അറിയണമെങ്കിൽ ഇട്ടോ കമൻറ്റ് ഡൗൺ ഗൈസ്. ഞാൻ ഡെയിലി അങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നതാ ആയിരിക്കും എന്ന് പറയില്ല ഗൈസ്. എന്താ പറഞ്ഞെങ്കിൽ ഇപ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീനെല്ലാം സ്കിപ്പായിന്. രാവിലെ തിന്നാൽ ഉച്ചക്കൊന്നില്ല രാത്രി ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിന്. ഇപ്പോൾ 2 നേരമില്ലാണ് ഫുഡ്. പിന്നെ ഒന്ന് തടി വെച്ച് പറഞ്ഞ് ഉള്ള തടിയും പോയതാണ് ഗൈസ്. ഞാൻ ഇന്നാറ്റു തടി ഉണ്ടായി, അത് കുറഞ്ഞതാണ്. സോ ആരും അങ്ങനെ പറയണ്ട ഗൈസ്, നല്ലോണം ബേജാറാണ്. പറഞ്ഞാൽ മാഷാള്ള പറയാം ആരെങ്കിലും. ഞാൻ ബമ്പ് പറയുന്നൊന്നും ഇരിക്കണം, തടി വെക്കാൻ ആശയുണ്ടവർക്ക് അറിയും ഓരോരുത്തർ കഷ്ടപ്പെട്ട് തടി വെച്ചാൽ. അത് ഒരാളിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പനിയാ അങ്ങനത്തെ എന്തെങ്കിലും മേലിയുമ്പോഴുള്ള ബേജാറില്ലേ ഗൈസ്. ഓ മൈ ഗോഡ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോയിലേക്കും ബൈ ഗായ്സ്. വീഡിയോയിൽ എടുത്ത് എഡിറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഇരിച്ചത്. എൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ ഒരു ഫോട്ടോ കൊടുക്കാം സൈഡിൽ നിന്ന്. പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു സൈഡ് കൊടുക്കാം. ഞാൻ 38 ലൈക്ക് 47 ഉണ്ടായി, മാത്രം ഇപ്പോൾ കുറഞ്ഞ് 45-44 അങ്ങനത്തേലേക്ക് എത്തി. പനി ഇതെല്ലാം മറ്റു കുറഞ്ഞ ഗൈസ്. 37-38 ഉണ്ടാകുമ്പോൾ ഫോട്ടോ ലൈക്ക് ഇപ്പോഴത്തെ ഫോട്ടോ ഞാൻ കൊടുക്കാം. അതിലിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ള ഡിഫറൻസ്. എന്താ പറഞ്ഞെങ്കിൽ ഞാനും എല്ലാവരും പോലെ തടിയൊക്കെ നല്ലോണം ആശയുണ്ടായ ഒരാളാണ്. എന്താ പറഞ്ഞെങ്കിൽ എല്ലാവരും എന്നോട് പറയും ഡ്രസ്സെല്ലാം ഇട്ടാൽ പറയും നിങ്ങൾക്ക് ചില ഡ്രസ്സ് മെലിഞ്ഞാക്ക് പാങ്ങില്ല, ചില ഡ്രസ്സ് മെലിഞ്ഞാക്ക് പാങ്ങില്ല. അപ്പോൾ എന്നോട് പറയും എനിക്ക് മെലിനോട് അത്ര വലിയ പാങ്ങില്ല, അല്ലെങ്കിൽ നല്ലോണം ബേജാറാണ്. എന്താ പറഞ്ഞെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രം തടി വെക്കാത്ത, തടി വെക്കാത്തല്ല തിന്നാത്തന്നെ. ഇപ്പോൾ തടി വെച്ച് മാഷാ
മുന്നേ ഞാൻ മാത്രമാണ് അപ്പം എനിക്ക് ബേജാറാവാറല്ലോ പറയുമ്പോൾ കുറച്ച് തടി ബാണായില്ലോ കുറച്ച് തടി ബാണായില്ലേ. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ആരും ബേജാറാക്കണ്ട, തിന്നാ തടി വെക്കും എന്ന് പറയും ഞാൻ. ചിലപ്പോൾ പഴുക്കും, ചില ആൾ വെക്കുക തടുക്കും കാണിക്കും, ചില മെല്ലി കാണിക്കും. അതെല്ലാം നമുക്ക് അറിയില്ല എന്നെ എന്ത് പറയലും, ഡിപ്പെൻഡ് ഓൺ അവർ ബോഡി ഗൈസ്. ചില ആൾ തിന്നാ വെക്കും, തിന്നാ വെക്കില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.